ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു ക്യാപ്സൂൾ രീതിയിലുള്ള സിലബസ് തീർക്കലാണ്. നിങ്ങൾക്കറിയാം 10th ലെവല്, +2 ലെവല്, അതുപോലെ ഡിഗ്രി ലെവലിലൊക്കെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ഇതിനൊക്കെ തന്നെ പുതിയ NCERT, പുതിയ SCERT, പഴയ SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് ഓരോ ടോപ്പിക് എടുത്തതിന് ശേഷം പുതിയ SCERT അടിസ്ഥാനമാക്കിയിട്ട് ചെറിയ ചെറിയ ക്ലാസ്സുകൾ, ക്യാപ്സൂൾ പോലെയുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 9ാം ക്ലാസ് ആണ്. 9ാം ക്ലാസ് പുതിയ SCERT പാഠപുസ്തകം, ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ. ടോപ്പിക് ഏതായിരിക്കും? എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഈ ഒരു കേസിനകത്ത് വരാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ കുഞ്ഞൊരു പോർഷൻ അത് വരാൻ പോകുന്നത്. അഥവാ ഉൽപാദന മേഖലകൾ. ഉൽപാദന മേഖലകൾ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ്. ഞാൻ പറഞ്ഞു, ഇത് ഡിഗ്രിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇവിടെ പലതരം ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ബാങ്കിങ് എംപ്ലോയീസ് ഉണ്ട്, അല്ലാതെ വർക്കേഴ്സ് ഉണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, അതുപോലെ കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സാധാരണ കൃഷിക്കാരുണ്ട്, തുന്നലുകാരുണ്ട്, അതുപോലെ കൈത്തറിക്കാരുണ്ട്, അങ്ങനെ പല ജോലികളുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഏതൊക്കെ മേഖലകളിലായിട്ടാണ് നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഏതൊക്കെ മേഖലകളാണ്? പ്രാഥമികം, ദ്വിതീയം, തൃതീയം, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഇങ്ങനെ 3 മേഖലകളിലായിട്ടാണ് നമ്മുടെ എക്കണോമിക് സെക്ടേഴ്സ് പ്രവർത്തിക്കുന്നത് ആണല്ലോ. ഇതിനു മുൻപായിട്ട് എന്താണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. എന്താണ് NSO അഥവാ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേയും ചേർന്ന് 2019 രൂപീകൃതമായതാണ് NSO. നേരത്തെ ഉണ്ടായിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSOയും അതുപോലെ സാമ്പിൾ സർവേ ഓഫീസ് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ചേർന്ന് 2019 അത് NSO ആയിട്ട് മാറി, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആയിട്ട് മാറി. ഇവരുടെ ജോലിയാണ് ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുക, അനലൈസ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഒരു സ്ഥാപനമാണ്. ഏത് സ്ഥാപനം? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വർഷം നിരീക്ഷിക്കുന്നതിനുമൊക്കെ NSO നൽകുന്ന അടിസ്ഥാന വിവരങ്ങളെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പ്രീവിയസ് ചോദ്യമുണ്ട്. ഏത് ലെവലിലുള്ള എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആണിത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അപ്പം ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഏതാണ്? ദേശീയ വരുമാനം, നാഷണൽ ഇൻകം കണക്കാക്കുന്ന NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. സർക്കാരിന്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് കണക്കെടുപ്പ് നടത്തുന്നതാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. ജനങ്ങൾ ഏർപ്പെട്ടിരുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലകളുടെയും സ്ഥിതി മനസ്സിലാക്കാൻ സഹായിക്കുന്നത് CSOയുടെ ഈ ഒരു നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആയിരിക്കും. ആരാണ് ഹെഡ്? ഡയറക്ടർ ജനറൽ ആണ് ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് CSO അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മുടെ എക്കണോമിക് സെക്ടേഴ്സ് പ്രധാനമായിട്ടും 3: പ്രൈമറി സെക്ടർ, സെക്കൻഡറി, ടെറിഷറി ആണല്ലോ. എന്താണ് പ്രാഥമിക മേഖല? പ്രൈമറി സെക്ടർ നമുക്കറിയാം, പ്രകൃതിയുടെ വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ പ്രാഥമിക മേഖല എന്ന് വിളിക്കുന്നു. പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചിട്ടുള്ള കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ചില ഉദാഹരണമാണ്. കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖല എന്തെന്നറിയപ്പെടും? അഗ്രികൾച്ചറൽ സെക്ടർ അഥവാ കാർഷിക മേഖല എന്നും അറിയപ്പെടാറുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ തയ്യാറാക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സമ്പദ്ഘടനയിലെ ഓരോ മേഖലയിലും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇവിടെ കുറെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്സ്, ബാങ്കിങ്, ഇൻഷുറൻസ്, കൃഷി അനുബന്ധ പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനം, വ്യവസായം, വിദ്യാഭ്യാസം, കന്നുകാലി വളർത്തൽ, റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം, ജലവിതരണം, വനം, ഇങ്ങനെ പല രീതിയിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്ന പല സാധനങ്ങളുടെ ലിസ്റ്റ് NSO പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ അടങ്ങുന്നത് എവിടെയാണ്? പ്രൈമറി മേഖലയിലാണ്, അല്ലെ? പ്രൈമറി സെക്ടേഴ്സിലാണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പ്രാഥമിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം കന്നുകാലി വളർത്തല്, കൃഷി അനുബന്ധ പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ
പാറ പൊട്ടിക്കാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഖനനം, പാറ പൊട്ടിക്കുക, മത്സ്യബന്ധനം, ഇതൊക്കെ എന്താണ്? പ്രാഥമിക മേഖലയാണ്. കാരണം ഖനനം ഇവിടെ എന്താണ്? പാറയാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഖനനം മീൻസ് കുഴിച്ചെടുക്കുക മീൻസ് പെട്രോളിയം ആവാം, അങ്ങനെ പല കാര്യങ്ങളാവാം, മിനറൽസ് ആവാം. അപ്പൊ ഇത് ഓൾറെഡി പ്രകൃതിയിൽ ഉള്ളതാണ്. അതുപോലെ പാറ പൊട്ടിക്കുക, ഇവിടെ പാറ എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഓൾറെഡി ഉള്ളതാണ്. അതിൽ നിന്നും ഒരു തൊഴില് മത്സ്യബന്ധനം, മത്സ്യം പ്രകൃതിയുടെ വിഭവമാണ്. അതുപോലെ ഇവിടുത്തെ കൃഷി, കന്നുകാലി വളർത്തല്, ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖലയുടെ പ്രത്യേകതകളാണ് ആണല്ലോ. അപ്പൊ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൃഷി എന്ന് ഓർത്തിരിക്കുക. അടുത്തത് ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി ആണ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിനകത്ത് വരുന്നത്? വ്യവസായ മേഖലയാണ്. വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം വരുന്നത് ഈ മേഖലയിലാണ്. ഈ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട്, റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ, ഇപ്പൊ കൃഷി കിട്ടുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ കന്നുകാലി ഉൽപ്പന്നങ്ങള്, പാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുക, അതൊക്കെ എന്ന് പറയുന്നത് വ്യവസായമായിട്ട് മാറി. അത് അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാണ് സെക്കൻഡറി സെക്ടേഴ്സ് അഥവാ ദ്വിതീയ മേഖല എന്ന് വിളിക്കുന്നത്. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ ദ്വിതീയ മേഖലയെ നമ്മൾ എന്ത് വിളിക്കും? വ്യവസായ മേഖല. പ്രൈമറിയെ വിളിക്കുന്നത് കൃഷി എന്ന് വിളിക്കും. സെക്കൻഡറിയെ നമ്മൾ എന്ത് വിളിക്കും? വ്യവസായ മേഖല എന്ന് വിളിക്കും. ഓക്കെ, വ്യവസായ മേഖലയിൽ എന്തൊക്കെ വരും? പ്രധാനമായിട്ടും വൈദ്യുതി, ഗ്യാസ്, അതുപോലെ സാധനങ്ങളുടെ ഉൽപാദനം, അതുപോലെ പിന്നെ കെട്ടിട നിർമ്മാണം, പിന്നെ വ്യവസായം, ഇതെല്ലാം എന്ത് വരും? സെക്കൻഡറിക്കകത്ത് വരും. ഓക്കെ, അവിടെ സംശയമില്ലല്ലോ. ഇനി അടുത്തത് തൃതീയ മേഖല അഥവാ ടെർഷറി സെക്ടർ ആണ്. ടെർഷറി എന്ന് പറയുമ്പോൾ പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു വെക്കുക, വിൽപ്പന, വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നത് എന്താ? തൃതീയ മേഖലയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതും തൃതീയ മേഖലയാണ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കും? സേവന മേഖല. അപ്പൊ സർവീസ് സെക്ടർ എന്നറിയപ്പെടുന്നു. ആദ്യത്തെ സെക്ടർ എന്തായിരുന്നു? കൃഷി. 2 വ്യവസായമാണെങ്കിൽ 3നെ നമ്മൾ സേവന മേഖല അഥവാ സർവീസ് സെക്ടർ എന്നാണ് വിളിക്കുന്നത്. കൃഷി, വ്യവസായ മേഖല, സേവന മേഖലയാണ് ടെർഷറി എന്ന് പറയുന്നത്. അവിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിപണനം, സംഭരണം, ഇതൊക്കെ ആ ഒരു സെക്ഷനിലാണ് വരുന്നത്. ഇവിടെ എന്ന് പറയുമ്പം ഗതാഗതം, വാർത്താവിനിമയം, വ്യാപാരം, വാണിജ്യം, ഈ പറഞ്ഞുകൂട്ട് തന്നെ ഹോട്ടല്, സംഭരണം, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ ഇൻഷുറൻസ്, പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സോഷ്യൽ സർവീസസ്, അങ്ങനെയുള്ള എല്ലാം തന്നെ ഇവിടെ വരും, ടെർഷറിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 3 മേഖലയാണുള്ളത്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഇവിടെ പ്രൈമറി മേഖല, ഇവിടെ അസംസ്കൃത വസ്തുക്കള്, ഭക്ഷ്യവസ്തുക്കളൊക്കെ ദ്വിതീയ മേഖലയിലേക്ക് പോകുന്നു. അവിടെ യന്ത്രസാമഗ്രികളും നിർമ്മിത വസ്തുക്കളും എല്ലായിടത്തും ഉണ്ട്, വിവിധ സേവനങ്ങളുണ്ട്. അത് തൃതീയ മേഖലയിലേക്ക് പോകുന്നു. ഇതിങ്ങനെ ചെയിൻ പോലെ അത് ഉണ്ടാക്കുന്നു, സംഭരിക്കുന്നു, പുതിയൊരു അസംസ്കൃത വസ്തുവായിട്ട് നിർമ്മിക്കുന്നു, അതുകൊണ്ടൊന്ന് വിൽക്കുന്നു. ഓക്കെ, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സൈക്കിൾ റിയാക്ഷൻ പോലെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇവിടെ നോക്കിക്കേ, വിവിധ മേഖലകളുടെ പരസ്പര ആശ്രയം സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമാണ്. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളായി നടക്കുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ അറിയപ്പെടുന്നു. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഉൽപാദക ഘടകം. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിക്കുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ പ്രൊഡക്ഷൻ എന്ന് വിളിക്കും. ഉൽപാദക ഘടകം എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്കുണ്ട് ഓൾറെഡി. എന്തൊക്കെയായിരുന്നു ഉൽപാദക ഘടകങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇത് ഇത്രയുമാണ് ഉൽപാദനത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ ആണല്ലോ. അപ്പം ഓരോന്നും, ഭൂമി ആയിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, മൂലധനം ആയിക്കോട്ടെ, സംഘാടനം ആയിക്കോട്ടെ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതെല്ലാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ. ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപാദക ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിസ്ട്രിബ്യൂഷൻ. ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റ് വ്യക്തികൾക്കിടയിലോ അല്ലെങ്കിൽ ഉൽപാദക ഘടകങ്ങൾക്കിടയിലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി വിനിയോഗിക്കുകയും മിച്ചം വരുന്നത് കരുതൽ ധനമായി മാറ്റിവെക്കുകയും ചെയ്യും.
ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ കൺസംഷൻ, ഉപയോഗിക്കുന്ന, ഉപഭോഗം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഉൽപാദനം, വിതരണം, ഉപഭോഗം ഇതെല്ലാം കൂടെ കൃത്യമായിട്ടുള്ള ഒരു ചെയിനിൽ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഘടനയ്ക്ക് പുരോഗതി ഉണ്ടാവുന്നത്. അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അത് കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട്, അത് കൃത്യമായി ഉപഭോഗം ചെയ്യുന്നുണ്ടെങ്കിലാണ് സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. നമ്മുടെ എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് അപേക്ഷിച്ചിട്ടുള്ള എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 3 പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അതിനകത്ത് ഓരോന്നും എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്ന ആരാ? ടെർഷറി ആണ് അല്ലെ? ടെർഷറി മേഖലയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പം സേവന മേഖലയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഒരു പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്? മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു രാജ്യത്തിന്റെ അല്ലെ രാജ്യത്തിലെ മനുഷ്യരുടെ മുഴുവനായിട്ടുള്ള പുരോഗതിയെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ചിട്ടാണ്. അതായത് ഒരു രാജ്യം വികസിതമാണോ, ഡെവലപ്ഡ് ആണോ, അത് അണ്ടർ ഡെവലപ്ഡ് ആണോ അല്ലെ, അത് തീരുമാനിക്കുന്നത് വികസിതം, വികസ്വരം എന്നിങ്ങനെ തീരുമാനിക്കുന്നത് ഏതുപയോഗിച്ചിട്ടാ? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ്. ഇത് രൂപപ്പെടുത്തിയത് അമർത്യാസൻ ആണ്. അമർത്യാസൻ, മെഹബൂബ് ഉൾ ഹക്ക്, പാകിസ്ഥാനിലെ ഇവരാണ്. അതിനകത്ത് പ്രധാനമായിട്ടും നോക്കുന്നത് എന്തൊക്കെയാ? നമ്മുടെ ഓരോ രാജ്യത്തിന്റെയും പൗരന്മാരുടെ ജീവിത നിലവാരം നോക്കും, അവരുടെ സാക്ഷരതാ നിരക്ക് നോക്കും, സാമ്പത്തിക സ്ഥിതി നോക്കും, ആളോഹരിയായിട്ടുള്ള വരുമാനം നോക്കും, അവിടുത്തെ ജനപ്പെരുപ്പം എന്താണ്, തൊഴിലവസരങ്ങൾ ഉണ്ടോ, അവരുടെ ആയുർദൈർഘ്യം ഒക്കെ നോക്കിയിട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രഖ്യാപിക്കുന്നത്. ഇത് ഇന്ത്യയിലെ മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇത് ആരംഭിച്ചത്. വർഷം 1985 സെപ്റ്റംബർ മാസം 26 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇന്ത്യയിലെ മാനവ വിഭവശേഷി മന്ത്രാലയം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2025 ഇന്ത്യയുടെ സ്ഥാനം 130 ആണ്. ഓക്കെ, ഇപ്പം ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 130 ആണ്. 193 രാജ്യങ്ങളിൽ 130 ആണ് ഇന്ത്യയുടെ സ്ഥാനം 2025 മെയ്യിലെ കണക്കനുസരിച്ച്. 2020 എത്രയായിരുന്നു? ഇത് 131 ആയിരുന്നു. ഓക്കെ, അപ്പം 133 ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 133 ആണ്. ഈ ഒരു മാനവ വികസനം എന്ന ആശയം ഐക്യരാഷ്ട്ര സഭ നിർവചിച്ചിരിക്കുന്നത് മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങളിൽ ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രോസസ്സ് എന്നുള്ള രീതിയിലാണ്. ഈ മാനവ വികസന സൂചികയുടെ മൂല്യം ചോദിക്കാറുണ്ട്. 0ക്കും 1നും ഇടയ്ക്കാണ് ഇത് കണക്കാക്കുന്നത്. 0 to 1 ആണ്. ഇതിനകത്ത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 വികസനം, ഒട്ടും വികസനം ഇല്ലാത്തതാണ് 0. 1 സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? ഏറ്റവും ഉയർന്ന വികസനമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓരോ വർഷവും ഈ ഒരു മാനവ വികസന റിപ്പോർട്ട് അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് UNDP ആണ് പുറത്തുവിടുന്നത്. ഐക്യരാഷ്ട്ര വികസന പരിപാടിയാണ് പുറത്തുവിടുന്നത്. UN-ന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് ഇവര് പുറത്തുവിടുന്നത്. പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് 1990 തൊട്ടാണ്. ഇത്രയും പോയിന്റും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ചെറിയൊരു ടോപ്പിക് എടുത്തിട്ട് ന്യൂ SCERT വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.